ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവചനം. ഭാഗ്യവചനധാരയിലൂടെ നാം കേൾക്കുന്ന ദൈവവചനം അനേകർക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ഭാഗ്യവചനധാരയ്ക്ക് ആധാരമാക്കുന്നത് 119 സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ ഭാരവും പ്രയാസവും ആകുലതയും വേദനകളും ദുഃഖങ്ങളും എന്തുമാകട്ടെ, ജീവിതപാതയിൽ കൂരകൾ വീഴുമ്പോൾ കാലിന് പ്രകാശമായി, കാലിന് ദീപമായി ദൈവവചനവും വചനമാകുന്ന ദൈവവും കൂടെയുണ്ടെന്ന ബോധം നമ്മുടെ ജീവിതപാതയെ പ്രകാശപൂർണമാക്കുക തന്നെ ചെയ്യും. ദൈവവചനം പ്രമാണിക്കുന്നതിനും അനുസരിക്കുന്നതിനുമുള്ളതാണ്. 101 വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ദൈവവചനം അനുസരിക്കാനുള്ളതാണ്, പ്രമാണിക്കാനുള്ളതാണ്. അതിന് തടസ്സമാകുന്നത് നമ്മുടെ ദുർമാർഗങ്ങളാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദുർമാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദുർവാസനകൾ, ദുർചിന്തകൾ, ദുർപ്രവൃത്തികൾ തുടങ്ങിയവയൊക്കെയാണ്. നമ്മുടെ ചിന്തകളും പ്രശ്നങ്ങളും എല്ലാം വേഗത്തിൽ പരിഹരിക്കുന്നതിന് നാം കണ്ടെത്തുന്ന ഈ ലോകത്തിൻ്റെ വഴികളാണ് നമ്മെ പലപ്പോഴും ദുർമാർഗത്തിലേക്ക് നയിക്കുന്നത്. വചനമനുസരിച്ച് നടക്കുന്നവൻ ദുർമാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞ് നേരായ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുന്നവനായിരിക്കും. പ്രവർത്തികളിൽ വചനം അനുസരിക്കും എന്ന് മാത്രമല്ല, എൻ്റെ വാക്കുകളും വചനപ്രകാരമായിരിക്കണം. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് 103 വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് സംസാരിക്കുന്നത് വായ്ക്കും അണ്ണാക്കിനും തേനിനേക്കാൾ മധുരമുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 19 9, 10 വാക്യങ്ങൾ അത് അല്പം കൂടി വിശദീകരിക്കുന്നുണ്ട്. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, 119 സങ്കീർത്തനം 57 മുതൽ 60 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു, എൻ്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുവാൻ, ജീവിതപാതയിൽ സന്തോഷത്തോടെ മുന്നേറാനുള്ള കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.